ഹലോ! ഹെൽമേലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 7 മണി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഈ രാവിലെ 7 മണിക്ക് എങ്ങോട്ട് പോകുവാണെന്ന്. ഇന്നത്തെ വ്ളോഗിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പം താല്പര്യമുള്ളവർ സ്കിപ്പ് അടിക്കാതെ കാണണേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരിതാ ഇപ്പം തന്നെ സ്ഥിരമായിട്ട് കാണുന്നവരോടാണ് ഞാൻ പറയുന്നത്. പുതിയതായിട്ട് കാണുന്നവർ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. പക്ഷെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർ ലൈക്ക് ചെയ്യാൻ മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ലൈക്കിലോട്ടൊന്ന് കുത്തിയേരെ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ കുറേ പേര് മെസ്സേജ് ഇട്ടും കമൻ്റ് ഇട്ടും ചോദിക്കുന്നതാണ് കുമ്പനാട് കൺവെൻഷന് വരുന്നുണ്ടോ എന്ന്. അപ്പോൾ നാളെ ഞായറാഴ്ച ഞങ്ങൾ കുമ്പനാട് കൺവെൻഷന് വരുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ തിരിച്ചറിയുമെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് നിങ്ങളെ ആരെ അറിയില്ല എങ്കിലും ഞങ്ങളെ രണ്ടുപേരെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആരെങ്കിലും കാണുന്നു എങ്കിൽ അയ്യോ ഇവർ മിണ്ടുമോ സംസാരിക്കുമോ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കാതെ വന്ന് പരിചയപ്പെടണം, സംസാരിക്കണം കേട്ടോ. അപ്പോൾ നല്ല തിരക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഫുൾ ലാസ്റ്റ് ആരാധന തീരുന്നത് വരെ ഞങ്ങൾ ചിലപ്പോഴേ ഇവിടെ കാണത്തുള്ളൂ. മിക്കവാറും പകുതിയാകുമ്പോൾ ഇറങ്ങാനാണ് ചാൻസ്. കാരണം തിരക്ക്, യാത്ര, ട്രാഫിക്ക് ഇനി തിരിച്ചു വരണമല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ നമ്മുടെ ഒരു കസ്റ്റമർക്ക് സാധനം കൊടുക്കാനായിട്ട് പത്തനാപുരത്തേക്ക് പോവുകയാണ് കേട്ടോ. ഈ ഫാമിലിയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങിയത് എലമെൻസിൻ്റെ ഓൺ ആൻഡ് ഓണിൻ്റെ സാധനങ്ങളാണ്. അന്ന് എനിക്ക് തോന്നുന്നു വീട്ടിൽ ആദ്യമായിട്ട്, ഇപ്പോൾ ധാരാളം പേര് വരാറുണ്ട്, ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ എലമെൻസിൻ്റെ സാധനങ്ങൾ എടുക്കാൻ വീട്ടിൽ വന്നെടുത്ത ഒരു ഫാമിലിയാണിത്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയും ധാരാളം പ്രോഡക്റ്റുകൾ അതിനുശേഷം അച്ചാർ ബിസിനസ് തുടങ്ങി, നാടൻ സാധനങ്ങൾ കൊടുത്തു തുടങ്ങി. അന്ന് തൊട്ട് എലമെൻസിൻ്റെ ആയാലും നാടൻ സാധനങ്ങളായാലും എല്ലാം വരുമ്പോൾ വർഷത്തിൽ 3-4 പ്രാവശ്യം വരാറുണ്ട്. എല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒന്നുകൂടി പറയട്ടെ, പലരും ഇപ്പം ചോദിക്കുന്നതാണ്, ചേച്ചി എലമെൻസിൻ്റെ പരിപാടി നിർത്തിയോ, അത് കൊടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരിക്കലും നിർത്തിയിട്ടില്ല. ഇപ്പോഴും അന്ന് മുതൽ, ഞാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരം പ്രോഡക്റ്റുകൾ മേടിക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ ഇന്ത്യ മൊത്തം അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചുവെങ്കിൽ ഇത് സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ കൊണ്ടുവന്ന് അടുക്കി വെക്കുന്നതെല്ലാം ഞാനാണ്. അപ്പോൾ എനിക്കൊരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. എല്ലാവരുടെയും സംശയം മാറില്ല. കവചപ്രാശം എന്ന് പറയുന്നത് ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ധാരാളം പേര് മേടിക്കുന്നത്. അതാണ് ഹെൽത്ത് വൈസ് നോക്കിയാലും, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായാലും, നമ്മുടെ സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കായാലും, എല്ലാത്തരം അസിഡിറ്റി അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, ദഹനക്കേട് പോലുള്ള എല്ലാത്തിനും നല്ലതാണ് ഈ കവചപ്രാശം എന്ന് പറയുന്നത്. പിന്നെ ഡാൻഡ്രഫിൻ്റെ ഷാമ്പു, ഹെയർ ഓയിൽ, ബ്ലഡ് പ്യൂരിഫയർ, ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് നമ്മുടെ വൂൺ ഹീലിംഗ് ക്രീം. അത് എനിക്ക് തോന്നുന്നു ഒരു വീട്ടിൽ ഒരു അടുക്കളയിൽ എപ്പോഴും വേണ്ടതാണ്. എനിക്ക് ഡെയിലിയാണ് പൊള്ളലും മുറിയൊക്കെ. മുറിവിനേക്കാൾ കൂടുതൽ എനിക്ക് പൊള്ളലാണ്. ഇപ്പോഴും ദാ ഒരു പൊള്ളൽ, വലിയൊരു പൊള്ളൽ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. വുമൺ കമ്പാനിയനെ പറ്റി എടുത്തു പറയേണ്ട ധാരാളം പേര് എൻ്റെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. പീരീഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, അമിതമായിട്ടുള്ള വേദന മാറാൻ ഒക്കെയാണ്. അതേക്കുറിച്ച് ഞാൻ പറയാം. ഫേസ് ക്രീം, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് എടുക്കണമായിരുന്നു. അങ്ങനെ എടുത്തപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചതാണ് കേട്ടോ. ഈ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് അടുക്കി വെക്കുന്നത് ഞാനാണ്. കാരണം സ്റ്റോക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് നോക്കാൻ, ആരെങ്കിലും ഓർഡർ തന്നാൽ സാധനം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണമല്ലോ, അതിനു വേണ്ടി. അപ്പോൾ എല്ലാം അടുക്കി വെച്ചു. ഇത് അല്ലാത്ത കടയിലെ സാധനങ്ങളും ഉണ്ടേ, കുഞ്ഞു കുഞ്ഞു പെർഫ്യൂം പോലുള്ള സെൻ്റ് എന്ന് പറയും. അതൊക്കെ ജോസനല്ലാതെ മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഗരം മസാല ഇരിപ്പുണ്ടായിരുന്നു. അതിനെ അങ്ങ് മാറ്റിയതാണ് കേട്ടോ. ഇത് ഈ ഒരു തട്ട് മൊത്തം എലമെൻസിൻ്റെ സാധനങ്ങളാണ്. വിമൺ കമ്പനിയെ പറ്റി ഞാൻ പറഞ്ഞത് ഭയങ്കര വേദനയുള്ളവർക്ക്. കാരണം എനിക്ക് ചില സമയത്ത് ഭയങ്കര വേദനയാണ്. അതായത് ആദ്യമൊന്നും ഇങ്ങനെയുള്ള ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് വെച്ച് എന്താണ് തലകറക്കവും ഛർദിലും വേദനയെന്ന് പറഞ്ഞാൽ സമയത്ത് പെയിൻ വരുമ്പോൾ ഗുളിക കഴിക്കരുതെന്നാണ് പറയുന്നതെങ്കിലും ഞാൻ ഗുളിക കഴിക്കാതെ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാൻ റെഗുലറായിട്ട് വുമൺ കമ്പാനിയൻ എടുത്തു തുടങ്ങിയതിൽ പിന്നെ ഇപ്പോൾ 1-2 മാസമായിട്ട് വേദന എന്തെന്നറിയുന്നില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് യൂസ്ഫുള്ളാണ് ആ സാധനം. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ആരും ഇതുവരെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പ്രോഡക്റ്റുകളൊക്കെ കമ്പനി തന്നെ പറയുന്നുണ്ട് 1-2 ബോട്ടിൽ കൊണ്ട് റിസൾട്ട് കിട്ടില്ല. ചിലർക്ക് റിസൾട്ട് കിട്ടിയേക്കാം. പക്ഷേ ഒരു കോഴ്സായിട്ട് ചെയ്യാനാണ് പറയുന്നത്. 3 മാസം, 6 മാസം ഇങ്ങനെ. അപ്പോൾ അത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റുകളാണ് ചാമ്പ്യൻ ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതാണ് കേട്ടോ. വേദനയ്ക്കുള്ളത് ഞാനും ഡെയിലി അത് അപ്ലൈ ചെയ്താണ് നടക്കുന്നത്. മുട്ടുവേദന, കാലുവേദനയ്ക്കൊക്കെ.
അപ്പം മറ്റുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഈ എലമെൻസിൻ്റെ കൂട്ട് തന്നെയുള്ള ഒന്നാണ് RCM എന്ന് പറയുന്നത്. അതും ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. RCMൻ്റെ യൂസ് ചെയ്ത് നോക്കിയിട്ട് അതാണ് നമ്മൾ തേയില, നമ്മുടെ ലിസ്റ്റിൽ തേയില ഉണ്ടല്ലോ, അത് RCMൻ്റെയാണ്. അതേ സെയിം കമ്പനിയുടെ പ്രോഡക്റ്റാണ് ഇത്. ആലുവേരയുടെ ഒരു ക്രീം, നല്ല ക്രീമാണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ആളുകൾ യൂസ് ചെയ്യുന്നതാണിത്. അതുപോലെ അവരുടെ തന്നെ സ്ക്രബ്, റോസ് വാട്ടർ, അപ്പം ഇതും അത്യാവശ്യം എടുത്തു വെച്ചിട്ടുണ്ട്. വലിയ വിലയൊന്നുമില്ല കേട്ടോ, വേണ്ടവർക്ക് ഇതൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ മുരിങ്ങയുടെ സോപ്പ്, മുരിങ്ങയുടെ സ്ക്രബ്, ഇതൊന്നും ഞാൻ എൻ്റെ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അല്ലാതെ കടയിൽ ആരെങ്കിലും വരുന്നു എങ്കിൽ നമ്മുടെ സാധനങ്ങൾ എടുക്കാൻ വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ കണ്ടിട്ട് എടുത്തുകൊണ്ട് പോകുന്നവരുമുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര എലമെൻസിനെ പറ്റി പറയാൻ കാര്യം, ധാരാളം പേർക്ക് ഇപ്പോൾ ഒരു ചിന്തയുണ്ട്, ഞാൻ എലമെൻസിൻ്റെ ബിസിനസ് നിർത്തി ഇപ്പോൾ അച്ചാർ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന്. ഒരിക്കലും അല്ല, അതും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മുരിങ്ങയുടെ സ്ക്രബ്, നമ്മുടെ മുരിങ്ങയിലയില്ലേ, ആ മുരിങ്ങയുടെ സ്ക്രബാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ സോപ്പും ഉണ്ട്, നല്ലതാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കാണ് വന്നിരിക്കുന്നത്, ദുബായിൽ നിന്ന് വന്നിരിക്കുന്നത്. പിറ്റേന്ന് വൈകിട്ട് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വന്നെടുക്കാൻ സമയമില്ലാത്തത് കൊണ്ട് കൊണ്ടു കൊടുക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ കൊണ്ടു കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇതേ ദിവസം തന്നെ പത്തനാപുരത്തു നിന്നും വേറെ ഒരു ഫാമിലി അമേരിക്കയിൽ നിന്ന് വന്നത് സാധനം എടുക്കാനായിട്ട് വൈകിട്ട് ഇങ്ങോട്ട് വരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ പത്തനാപുരത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഹോട്ടലിലോട്ട് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സാധനം കളക്ട് ചെയ്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർക്കും അത് ഈസിയായി, ഇവിടെ വരെ വരണ്ടല്ലോ. അപ്പോൾ 2 പേരുടെ സാധനം കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കുമില്ല, നല്ല രസമാണ് കേട്ടോ യാത്ര ചെയ്യാൻ. പത്രം വണ്ടി ആയാലും വഴിയോര കച്ചവടക്കാർ സാധനങ്ങൾ നിരത്തുന്നു, അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂത്തുവാരി തീയിടുന്നു. അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ കേരളത്തിൽ കൂടി രാവിലെ യാത്ര ചെയ്യുന്നത് ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ, ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കര സിഗ്നലിലോട്ട് ചെല്ലാൻ പോകുന്നു. കൊട്ടാരക്കര സർക്കിളല്ലേ ചോദിച്ചാൽ പിന്നെന്തോ പറയുന്നത് അവിടെ? കൊട്ടാരക്കര ജംഗ്ഷൻ. നമ്മുടെ നാട്ടിലൂടെ രാവിലെ പോയാലുള്ള ഒരു പ്രത്യേകതയെന്ന് വെച്ചാൽ, ഞാൻ ബോംബെയിലുള്ളപ്പം ശരിക്കും മിസ് ചെയ്യുമായിരുന്നു. ബോംബെയിലൊക്കെ രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോഴേ ഈ ഡയലോഗ് എപ്പോഴും പറയുകയും ചെയ്യുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, പെട്രോൾ പമ്പ് തുറന്നിട്ടില്ല, ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇച്ചിരി പെട്രോൾ അടിക്കാൻ കയറുവാണേ. നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് രാവിലെയൊക്കെ ഈ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പം ഞാൻ പെട്രോൾ അടിക്കാൻ നിർത്തി. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാമേ. അപ്പം ഞാൻ പറഞ്ഞു വന്നതേ, നമ്മുടെ നാട്ടിലെ റോഡിൽ കൂടെ രാവിലെ സഞ്ചരിച്ചാൽ നല്ല പത്തരിയുടെയും ദോശയുടെയും വടയുടെയും ഇങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങളുടെ നല്ല മണമാണ്. ബോംബെ റോഡിൽ കൂടെ രാവിലെയോ എപ്പോൾ വേണേലും സഞ്ചരിച്ചാൽ ഗട്ടറിൻ്റെ സ്മെല്ലാണ്, ഗട്ടർ വെള്ളം. ഭയങ്കര പൊല്യൂഷനാണ് കേട്ടോ. അവിടെ ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ അതൊരു ഭയങ്കര, നമ്മുടെ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഉള്ളൊരു മണം. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വെച്ചും പറയുമായിരുന്നു, നാട്ടിലെ റോഡിൽ കൂടെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്തെല്ലാം മണം വന്നേനേന്ന്. പ്രത്യേകിച്ച് രാവിലെ അവിടുത്തെ റോഡിൽ കൂടെ ഒക്കെ ഞങ്ങൾ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ എൻ്റെ പൊന്നോ, സഹിക്കാൻ വയ്യാത്ത സ്മെല്ലാണ് ഗട്ടറിൽ കൂടെ. കാരണം റോഡ് മൊത്തം ഗട്ടറെന്നല്ല, ഈ റോഡിൻ്റെ അടിയിൽ കൂടെ ആണല്ലോ ഈ വേസ്റ്റ് വെള്ളമൊക്കെ പോകുന്നത്, അതിൻ്റെയൊക്കെ സ്മെല്ല്. ഇപ്പം ഇങ്ങനെ രാവിലെ നല്ല മണം വന്നു, അന്നേരം ഓർത്തയാ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സാധനം കൊടുക്കാനൊക്കെ ജോസേൻ്റെ കൂടെ പോകുന്നത്. പൊതുവെ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്താൽ നമ്മൾ കൊണ്ടു കൊടുക്കാറുണ്ട്, ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിലൊക്കെ. അപ്പോൾ 2 വീലറിലാണ് ജോസൻ പൊതുവേ പോകുന്നത്. ഇത് 2 ഫാമിലിയുടെ സാധനങ്ങളായതുകൊണ്ട് 2 വീലറിൽ പറ്റില്ല. അങ്ങനെയാണ് പിന്നെ 4 വീലർ എടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഞാനിവിടെ പോകാമെന്ന്. അങ്ങനെ കൊച്ചുവർത്താനമൊക്കെ പറഞ്ഞ് പോകുവാണേ.
ഒരു പാലമുണ്ട്, പാലം കഴിയുമ്പോൾ അതുകൊണ്ട് ആ പാലമായിരിക്കും. അത് പത്തനാപുരത്തെ പാലം, മെയിൻ പാലം. ഹോട്ടൽ ആൻഡ്രിയ. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ രാവിലെ ഇറങ്ങാൻ കാര്യം, നമ്മൾ ഈ സാധനം കൊണ്ടു കൊടുക്കുന്ന അച്ഛന് അത് കഴിഞ്ഞിട്ട് വേറെ ഒരു യാത്ര പോകണമായിരുന്നു. പിറ്റേന്ന് വൈകിട്ട് തിരിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് രാവിലെ തന്നെ പോകാമെന്ന് വെച്ചത്. അപ്പോൾ അതിനുശേഷം നിർബന്ധിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിപ്പിച്ചാണ് വിട്ടത്. ഇടയ്ക്ക് വെച്ച് മറ്റേ ഫാമിലിയിൽ നിന്നും ആൾ വന്നായിരുന്നു സാധനം എടുക്കാനായിട്ട്, അതും കൊടുത്തു. അവരും സന്തോഷത്തോടെ പോയി. കാരണം അവർക്ക് അത്രയും യാത്ര കുറഞ്ഞല്ലോ. ഇവിടുന്ന് അവിടെ കൊട്ടാരക്കര വരെ വരുന്നതിനേക്കാൾ എളുപ്പം അടുത്തായിരുന്നു. 1-2 കിലോമീറ്റർ ദൂരെയുള്ളായിരുന്നു ഈ ഹോട്ടലും അവർ താമസിക്കുന്ന വീടുമായിട്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചായ, അതിനുശേഷം പൂരിയും കിഴങ്ങ് കറിയായിരുന്നു, കഴിച്ചു. നല്ല എന്താണ് ഒരു സൈലൻ്റായ അന്തരീക്ഷമായിരുന്നു. പക്ഷെ അത് പകലായോണ്ടാണെന്നൊന്നും അറിയില്ല. അതിനുശേഷം അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇപ്പോൾ ഒരു പക്ഷേ കേൾക്കുന്നവർക്ക് ചിന്തിച്ചേക്കാം പിന്നെ ഇതൊക്കെയാണോ വലിയ ആനക്കാര്യം എന്ന്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യമാണ്. കാരണം ഇതിനു മുമ്പ് അർജൻറ്റായിട്ട് ഇങ്ങനെ പലയിടത്തും സാധനങ്ങൾ കൊടുക്കാൻ ജോസ്യാൻ പോയിട്ടുണ്ട്. അപ്പം 2 വീലറിൽ പോകുമ്പോൾ മഴയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചാറ്റമഴ വരുമ്പോഴേ കയറി നിൽക്കും. കാരണം സാധനങ്ങൾ നനയരുതല്ലോ, പുറത്തോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ 3-4 സ്ഥലത്ത് കയറി നിന്ന് വീടുകളിൽ സാധനം എത്തിച്ചിട്ടുണ്ട്. അന്ന് തൊട്ടേ ഞങ്ങൾ പ്രാർത്ഥിച്ചതാണ് കേട്ടോ ഒരു 4 വീലറിന് വേണ്ടി. അപ്പം ദൈവം തക്ക സമയത്ത് ഒരു 4 വീലർ തന്നതാണ്. ഞാൻ പറഞ്ഞത് എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല എന്ന്. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാം പിന്നെ ഈ ഒരു വണ്ടി മേടിക്കാനാണോ ഇത്ര ആനക്കാര്യം, ഇതിനൊന്നും വലിയ എമൗണ്ട് ഒന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർ കണ്ടേക്കാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമാണ്. കാരണം ദൈവം ഒരു വാഹനം തന്നു. പക്ഷേ 1 രൂപയ്ക്ക് പലരും പറയും 1 രൂപ ഉണ്ടെങ്കിൽ ലോൺ എടുത്ത് ഒരു വണ്ടി എടുക്കാമല്ലോ, ഇന്നത്തെ കാലത്ത് എന്തോ നടക്കാത്തതെന്ന്. എടുക്കാം, പക്ഷേ അത് കറക്റ്റ് സമയം ലോൺ അടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഫൈനാൻസുകാരുടെ കയ്യിലിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ വരാതെ നമ്മൾ ഒരു സാധനം എടുക്കുന്നു എങ്കിൽ അത് കറക്റ്റ് സമയത്ത് അടവ്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള അടയ്ക്കേണ്ട സമയത്ത് അതിൻ്റെ എമൗണ്ട് അടയ്ക്കണം. അത് കറക്റ്റായിട്ട് പോകണം. ഇതുവരെയും ദൈവം ഒരു കുഴപ്പവും ഇല്ലാതെ മുടക്കമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോയി, തുടർന്നും അങ്ങനെ തന്നെ കൊണ്ടുപോകും എന്നാണ് വിശ്വാസം. കാരണം ഓരോ കാര്യവും ഞങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇത് വർഷങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ച് കിട്ടിയൊരു വാഹനമാണ് കേട്ടോ. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോലി പോയി, നാട്ടിൽ വന്നു, സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങി, ദൈവം ഇത്രയൊക്കെ എത്തിച്ചു. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇപ്പോൾ സമയം 9:15 കഴിഞ്ഞു. രാവിലെ 7 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണേ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അച്ഛൻ്റെ റൂമിൽ പോയി കുറേ നേരം കാര്യം പറഞ്ഞിരുന്നു. ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ജോസൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് സീരിയസ് ആണ്, ഒന്നും മിണ്ടത്തില്ല. എങ്കിലും വാഗൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം. ഇത്രയും നേരം എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു, വെടി പൊട്ടിച്ച് കോമഡി പറഞ്ഞുകൊണ്ടിരുന്നയാ. ക്യാമറ ഓണായി, ജോസാന്റെ വായിക്ക് ലോക്ക് കിട്ടും. അല്ല, ഇത്ര നേരം എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് എന്തെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നയാ. ആ ഫ്ലോയ്ക്കാണ് ഞാൻ എനിക്കൊന്ന് ക്യാമറ എടുത്തത്. അപ്പോഴത്തേക്ക് ആള് വായിക്ക് താക്കോലിട്ടു. ക്യാമറ പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ്. ക്യാമറ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അയ്യോ അയ്യോ. ദിവസം ഇന്നലെ ഞാനിവിടെ വരുന്നെന്ന് പറഞ്ഞപ്പം വാന്ന് പറഞ്ഞ, അത് കേട്ടപ്പോഴേ എനിക്കറിയാം എന്നെ കളിയാക്കി പറഞ്ഞതാണെന്ന്. കാരണം രാവിലെ ഞാൻ എണീക്കത്തില്ല എന്നുള്ള ചിന്തയിൽ. 7 മണിക്കൊക്കെ എണീക്കൽ കുറവാണല്ലോ. ഞാൻ 7 മണിക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ 6 മണിക്കേലും എണീക്കണമല്ലോ. ഞാൻ എണീറ്റപ്പോഴും എന്തോ അതിശയമായിരുന്നെന്ന് തോന്നുന്നു. ഇവള് വരുന്നു. വെയില് വന്നു തുടങ്ങി, പൊക്കു വെയില്, വൈറ്റമിൻ ഡി ആ രാവിലത്തെ വെയില്. സ്കൂളും കോളേജും ഒന്നുമില്ല, ഗവൺമെന്റ് ഓഫീസ് ഒന്നുമില്ല, അതിന്റെ തിരക്കുമില്ല.
ആ മകരവിളക്കിന്റെ അവധിയാണ്. അപ്പോൾ വണ്ടിക്കകത്തിരുന്ന് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഓരോ പാട്ടുകൾ പാടിക്കൊണ്ടേയിരിക്കുവേ. ജോസൻ ഇടയ്ക്ക് പാടിയപ്പോൾ ഞാനൊന്ന് റെക്കോർഡ് ചെയ്തതാണ്. അത് ക്യാമറ എടുത്ത് വീഡിയോ എടുക്കുന്ന രീതിയിൽ ചെയ്താൽ അന്നേരം പാട്ട് നിർത്തും. അതുകൊണ്ട് അത് ഇച്ചിരി റെക്കോർഡ് ചെയ്ത് ഇടയ്ക്ക് കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വന്ന് ഒട്ടും സമയമില്ലാതെ വന്നു പോകുന്ന കുറേ പേരുണ്ട് ഞങ്ങളുടെ നിന്ന് സാധനം മേടിക്കുന്നത്. അത് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രമല്ല, അവർക്ക് കേരളത്തിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ വേണോ അതെല്ലാം ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിൽ തരും. എന്നാൽ പറ്റുന്നത് എന്തൊക്കെയുണ്ടോ അത് ചെയ്ത് കൊടുക്കാവുന്നത് ഞാൻ പറയും, ബാക്കിയുള്ളത് അവരടുത്ത് പറയും, പറ്റാത്ത കാര്യങ്ങൾ അത് അവർ അറേഞ്ച് ചെയ്തോളും. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഓർഡറും അതുപോലെയായിരുന്നു കേട്ടോ. അവർക്ക് അച്ഛന് എന്തൊക്കെ വേണോ, അപ്പോൾ നേരത്തെ അമ്മാവ എനിക്ക് ഓർഡർ തന്നായിരുന്നു. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കൊറിയർ ആയാലും എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു ഓർഡർ വന്നായിരുന്നു. അത് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ കൂടാതെ ആമസോണിൽ നിന്നും കുറേ സാധനങ്ങൾ, സെറ്ററുകൾ, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് വളർന്നതായതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യൻ സ്നാക്സ്, അതൊക്കെ ഓൺലൈൻ മേടിച്ച് ഇവിടുന്ന് ഞാൻ അമേരിക്കയ്ക്ക് കൊറിയർ ചെയ്യുമായിരുന്നു. കാരണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അതൊക്കെയാണ്. കാരണം അനേകം പേരുടെ നാട്ടിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആളില്ലാത്തവർ, പെട്ടെന്ന് ലീവിന് വന്നിട്ട് പെട്ടെന്ന് പോകുന്നവരായിരിക്കും, അവർക്ക് പർച്ചേസ് ചെയ്യാൻ സമയം കാണില്ല. അതുപോലെ വിദേശത്തുള്ളവർക്ക് നാട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് മേടിച്ച് അയക്കാൻ ആരും കാണില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ളവർക്ക് ഞാൻ ഇങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ്. അതുപോലെ പേരൻസ് മാത്രം നാട്ടിൽ, മക്കൾ വിദേശത്ത്, അങ്ങനെയുള്ളവർ അവരുടെ പേരൻസിന് വേണ്ടിയുള്ള സാധനങ്ങൾ അയച്ചു കൊടുക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ പേരൻസ് വിദേശത്ത്, മക്കൾ ഇവിടെ നാട്ടിൽ ഹോസ്റ്റലുകളിൽ പഠിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി അയച്ചു കൊടുക്കാൻ സാധനങ്ങൾ പറയാറുണ്ട്, അതും ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സർവീസുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം വീട്ടിൽ വന്ന ശേഷമുള്ള ലഞ്ച് കൂടി ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇത്തിരി ലോങ് ആയിപ്പോയി. അതുകൂടി ഇട്ടാൽ ഒത്തിരി ലോങ് ആയി പോകുമേ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സ് ആയിട്ട് ഇട്ടിരുന്നു. ആരൊക്കെ കണ്ടു എന്നറിയില്ല. മാർക്കറ്റിൽ ഇപ്പോൾ പലതരത്തിലുള്ള കേക്കുകൾ അവൈലബിൾ ആണ്. എങ്കിലും നമ്മുടെ ഈ പ്ലം കേക്കിൻ്റെ ഒരു ഫീലിംഗ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റും മണവും കൂട്ടത്തിലൊരു പൈനാപ്പിൾ സ്ക്വാഷുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. പഴയ കാലത്തൊക്കെ കല്യാണത്തിന് ഈ പൈനാപ്പിൾ സ്ക്വാഷ് ആയിരുന്നു കൂടുതലും കേട്ടോ. അത് കുടിക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ക്രേസുകളൊന്നും തോന്നാറില്ല. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു പ്ലം കേക്ക് കഴിക്കണമെന്ന് തോന്നി, അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഇത് മേടിച്ചിട്ട് കൂടുതലും കഴിച്ചു തീർത്തത് ഞാനാണ് കേട്ടോ. ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് ആണ് അത് കഴിക്കുമ്പോൾ. എന്നെപ്പോലെ നിങ്ങൾ ആർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര റിച്ച് ആയിട്ടുള്ള കേക്ക് മറ്റ് കേക്കുകൾ കഴിച്ചാലും കിട്ടാത്ത ഒരു ഫീലിംഗ് ആണ് ഈ പ്ലം കേക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ പ്ലം കേക്ക് ഇഷ്ടമാണെന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യാൻ പലരും പറയാറുണ്ട്. എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ, ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തുള്ള പരിചയമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നാളെ കുമ്പനാട് വെച്ച് ആരെയൊക്കെ കാണുമെന്നറിയില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.